നമസ്കാരം. മൈയാസ്ട്രോവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഭക്തിസാന്ദ്രമായ നവരാത്രി ഉത്സവത്തിന്റെ സമാപനത്തിലേക്ക് ഇന്ത്യയിലുടനീളം കാത്തിരിക്കുകയാണ്. മൈ ആസ്ട്രോവിനിന്റെ മാന്യ പ്രേക്ഷകർ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നവരാത്രി ഉത്സവങ്ങളുടെ സമാപനം വിദ്യയുടെ ആരംഭത്തോടെയാണ് ചേരുന്നത്. എല്ലാ വിദ്യകളുടെയും തുടക്കത്തിന് ഏറ്റവും അനുകൂലമായ ദിനമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. തിഥികളുടെ ക്രമമാണ് നവരാത്രി ആഘോഷങ്ങളുടെ ദൈർഘ്യം തന്നെ നിർണയിക്കുന്നത്. ഈ വർഷം തൃതീയ മുതൽ പഞ്ചമി വരെ 60 നാഴിക, അതായത് 24 മണിക്കൂറിൽ കൂടുതൽ വന്നതിനാൽ പതിവ് പോലെ 9 ദിവസം മാത്രമല്ല 11 ദിവസമാണ് ആഘോഷങ്ങൾ നീളുന്നത്. അതിനാൽ ഇത്തവണ മഹാനവമി 10-ാം ദിവസവും വിജയദശമി 11-ാം ദിവസവും വരുന്നു. കൂടാതെ പുസ്തക പൂജ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേകതയും ഇതിലുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ സാധാരണയായി 9 രാത്രികളും 10 പകലും ഉള്ള നവരാത്രി ഇത്തവണ 10 രാത്രികളും 11 പകലുമായി ആഘോഷിക്കപ്പെടുന്നു. അഷ്ടമി തിഥി അസ്തമയത്തിൽ വരുന്നതാണ് പൂജവെപ്പിനുള്ള ദിവസം. ഈ വർഷം സെപ്റ്റംബർ 29-ന് പകൽ 4:32-ന് അഷ്ടമി ആരംഭിക്കുന്നതിനാൽ അന്നേ ദിവസം പൂജ വെക്കണം. ആയുധ പൂജ 30-ന് വൈകിട്ട് നടത്തുന്നതാണ്. ദശമി തിഥി ഉദയത്തിനു ശേഷം കുറഞ്ഞത് 6 നാഴിക ഉണ്ടെങ്കിൽ അന്നേ ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കാം. 2025-ൽ പൂജയെടുപ്പും വിദ്യാരംഭവും ഒക്ടോബർ 2-നാണ്. കേരളത്തിൽ പുസ്തകങ്ങൾ പൂജ വെക്കാൻ അനുയോജ്യമായ സമയം സെപ്റ്റംബർ 29-ന് 6:12 മുതൽ 7:20 വരെയാണ്. പുസ്തകങ്ങൾ പൂജയെടുക്കാനും വിദ്യാരംഭം നടത്താനും അനുയോജ്യമായ സമയം ഒക്ടോബർ 2-ന് രാവിലെ 5:12 മുതൽ 9:16 വരെയാണ്. ഈ സമയപരിധിക്കുള്ളിലാണ് വിദ്യാരംഭത്തിന് ജ്യോതിഷപരമായി ഏറ്റവും ഉത്തമമായ ഘട്ടം. അതിനുശേഷം വിജയദശമി വരെ പുതിയ പഠന പ്രവർത്തനങ്ങൾ തുടങ്ങരുത്. വിദ്യാരംഭത്തിന് മുൻപ് ശിവക്ഷേത്ര ദർശനം നടത്തി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വെറ്റില, അടക്ക, നാണയം എന്നിവ സമർപ്പിക്കണം. കൂടാതെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനും ദക്ഷിണ നൽകുന്നത് അനുഷ്ഠാനപരമായി അത്യന്തം ശ്രേഷ്ഠമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. എന്റെ മാന്യ പ്രേക്ഷകർക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.